നമസ്കാരം. ഈ ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ട് പലർക്കും പല സംശയങ്ങളുണ്ട്. അതിൽ ചിലരുടെ സംശയം, ചെറുതിലെ ദാനം ചെയ്യാനായിട്ട് ഭയങ്കരമായ ആഗ്രഹമുണ്ട്. മറ്റുള്ളവരുടെ കഷ്ടതകൾ കാണുമ്പോൾ സഹായിക്കണമെന്ന് അതിഭയങ്കരമായ ആഗ്രഹവും, അവരുടെ വിഷമത്തിൽ നമുക്കും വിഷമം വരും. പക്ഷെ സ്വന്തമായിട്ട് നല്ല വരുമാനമോ ആ ദാനം ചെയ്യാൻ കണക്കിന് ഉള്ള ആ ഒരു സാമ്പത്തികവും ഇല്ല. കാരണം സ്വന്തം കാര്യത്തിൽ തന്നെ ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കും, ചിലപ്പോൾ ദാരിദ്ര്യമായിരിക്കാം, ചിലർക്ക് സ്വന്തമായി വരുമാനം കാണില്ല. ഇപ്പൊ സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഭർത്താക്കന്മാർക്ക് ജോലി കാണും, അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഭാര്യമാരുടെ കയ്യിലൊന്നും അവരുടെ ഇഷ്ടത്തിന് കാശ് കൊടുക്കൂല. അപ്പൊ ഇങ്ങനെയുള്ളവർക്കൊക്കെ ഈ ദാനം ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഈ ദാനം ചെയ്യാൻ പറ്റാത്തത് കാരണം, അല്ലെ ദാനം ചെയ്യാത്തത് കാരണം ദൈവത്തിന്റെ കണ്ണിൽ അതൊരു കുഴപ്പമായി മാറൂലേ? ചിലർക്ക് അങ്ങനെ സംശയമുണ്ട്. നമ്മൾ ഈ ദാനം ചെയ്യാതിരുന്നാൽ അതൊരു പോരായ്മയായിട്ട് വരില്ലേ? നോക്കിയും കണ്ടും ദാനം ചെയ്യണ്ടേ? പിന്നെ എന്റെ മെസ്സേജിലൂടെ തന്നെ ഞാൻ ദാനം ചെയ്യാൻ അർഹരായവർക്ക് ദാനം ചെയ്യാവൂ, അല്ലാതെ ദാനം എന്ന രീതിയിൽ തെറ്റായ കൈകളിൽ പോയാൽ അത് കർമ്മം നമുക്ക് ദോഷമായി മാറും. കാരണം ആ കാശ്, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അവർ മദ്യപിക്കാനോ ദുർവിനിയോഗം ചെയ്യാനോ ഉപയോഗിച്ച് തീർത്താൽ നമുക്കതൊരു ദോഷമായി മാറും. അതുകൊണ്ട് ഈ കാലഘട്ടത്ത് പ്രകൃതി സ്ട്രിക്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കറക്റ്റ് നോക്കിയും കണ്ടു വേണം ദാനം ചെയ്യാൻ. അപ്പൊ അങ്ങനെ ചില മെസ്സേജ് ഞാൻ പറയുന്നുണ്ട്. പിന്നെ ദാനം ചെയ്യുമ്പോൾ നമുക്ക് കുറെ പോസിറ്റിവിറ്റി കിട്ടും. കാരണം നമ്മളൊരു സൽക്കർമ്മം ചെയ്യുന്നത് കാരണം നമുക്ക് കുറെ നെഗറ്റീവ്, നമ്മളിലുള്ള എന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും അബദ്ധം പറ്റുകയോ അല്ലെങ്കിൽ കർമ്മം തെറ്റുകയോ ചെയ്യുന്നത് ഈ ദാനത്തിലൂടെ കുറെ പോസിറ്റീവ് കിട്ടുമ്പോൾ ഇത് കുറെ ബാലൻസ് ആകുമെന്ന് ഞാൻ പറയുന്നു. അപ്പോൾ ഇത് രണ്ടുമായിട്ട് ചിലർക്ക് സംശയം കാണാം. കാരണം ദാനം ചെയ്യണമെന്നും പറയുന്നുണ്ട്, എന്നാൽ എല്ലാവർക്കും അങ്ങനെ ചെയ്ത് നമ്മൾ അത് ദോഷമായി മാറരുതെന്നും പറയുന്നുണ്ട്. ചിലർക്ക് കർമ്മഫലം അനുഭവിപ്പിക്കാനായിട്ട് ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികൾ അവരെ ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ ദാനമെന്നും പറഞ്ഞ് കൊണ്ടുപോയി സഹായം ചെയ്തു കൊടുത്താൽ അത് ഒരു വശത്തൊരു പ്രശ്നമാവും, കാരണം തടസ്സമാവും. കാരണം അവരുടെ കർമ്മഫലം പിന്നെ ബാലൻസ് ആകാതെ കുറച്ചു നാളും കൂടി ആ ശിക്ഷാവിധി നീട്ടേണ്ടി വരും, അല്ലെങ്കിൽ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കുന്നത് കുറച്ചും കൂടെ നീളേണ്ടി വരും. കാരണം സാമ്പത്തികത്തിലിട്ട് ഞെരിക്കുകയായിരിക്കും ചിലപ്പോൾ അവർക്ക് ആ കർമ്മത്തിന്റെ ഫലം ബാലൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറെ സാമ്പത്തികം കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ അതവിടെ മറ്റു അതിർശക്തികളുടെ ആ കണക്കിൽ തെറ്റുവരാം. അപ്പൊ അത് നമുക്ക് ദോഷമായി വരും. കാരണം ഒരു ചുരുക്കി പറഞ്ഞാൽ ദൈവം ശിക്ഷിക്കുന്നവരെ രക്ഷിക്കാൻ ആര് പറഞ്ഞു എന്നൊരു ചോദ്യം, മറ്റ് ഡയമെൻഷനിൽ നിന്നൊരു ചോദ്യം വന്നതായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പൊ അത് നമ്മൾ സൂക്ഷിച്ചും കണ്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. അപ്പൊ ഇത് വെച്ചിട്ട് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദാനം ചെയ്യാൻ അതിയായ ആഗ്രഹമുണ്ട്. എന്റെ ഈ നിയമങ്ങളും കാര്യങ്ങളും കേട്ടതിന് ശേഷം ഒന്നും ചെയ്യാൻ വയ്യാത്തൊരു കണ്ടീഷനാണ്. അപ്പൊ കുറച്ചും കൂടി വിശദീകരിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു തരുമോ? എങ്ങനെയാണ് പോസിറ്റീവ് ആകാൻ വേണ്ടിയുള്ള ദാനം എങ്ങനെ ചെയ്യണം? എന്നാൽ മറ്റുള്ളവരെ കർമ്മം നമുക്ക് ഷെയർ ആവാത്ത, അല്ലെങ്കിൽ ആ ദോഷം നമുക്ക് വരാത്ത ലെവലിൽ, കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർമ്മഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കയറി നമുക്ക് സഹതാപം തോന്നി, അയ്യോഭാവം തോന്നി നമ്മൾ സഹായിക്കാൻ പോയാൽ അതവിടെ തടസ്സമാവും. ആ കർമ്മം ബാലൻസ് ചെയ്യുന്നതിന് തടസ്സം വന്നിട്ട് നമുക്ക് അതിന്റെ ദോഷം നമ്മൾ ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും. ഇങ്ങനെ പല പല സംഗതികളാണ് ഈ ദാനം ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കുരുക്ക്. അപ്പൊ ഇത് വെച്ചിട്ടാണ് കുറച്ചും കൂടി വിശദീകരിച്ച് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. ഇത് ആദ്യം ഞാൻ പറയുന്നത്, ചെറുതിലെ ദാനം ചെയ്യാൻ അതിഭയങ്കരമായ ആഗ്രഹം, മറ്റുള്ളവരുടെ വിഷമത്തിലും കഷ്ടതയിലും നമ്മുടെ മനസ്സ് ഭയങ്കരമായി സഹതാപം വരുന്നുണ്ട്. പക്ഷെ അവരെ സഹായിക്കാനുള്ള നിവൃത്തിയില്ല, സാമ്പത്തികവും ഇല്ല, സാഹചര്യവും അങ്ങനെയല്ല. അപ്പൊ അതെന്താണ്? അപ്പൊ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അങ്ങനെയുള്ളവർ ആദ്യം ഒരു കാര്യം തിരിച്ചറിയേണ്ടത്, നിങ്ങൾക്ക് ചെറുപ്രായത്തിലെ മറ്റുള്ളവരുടെ കഷ്ടത്തിലൊക്കെ സഹതാപം തോന്നുന്നു, അവരെ സഹായിക്കണമെന്ന് തോന്നുന്നു, ആ ഒരു തോന്നൽ പണ്ട് മുതലേ ഉണ്ടെങ്കിൽ നിങ്ങൾ മുൻ ജന്മത്തിൽ ആ ഒരു പരീക്ഷ, അതായത് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള ആ ഒരു ദൈവത്തിന്റെ മനസ്സ് നിങ്ങൾ പാസ്സായി, അല്ലെ ഓക്കെ ആയവരാണ്. അപ്പൊ അതുകൊണ്ടാണ് ചെറുപ്രായത്തിലെ നിങ്ങൾക്ക് ആ ദാനം ചെയ്യണം എന്നുള്ള മനസ്സ് വരുന്നത്. എന്നാൽ ചിലർക്കുണ്ട് ചെറുപ്രായത്തിലെ വെട്ടിപ്പിടിക്കണം, ആർത്തി, ഇങ്ങോട്ട് സകലരേന്ന് ഇങ്ങോട്ട് സമ്പാദിച്ചു കൂട്ടണം, 5 പൈസ പോലും അനാവശ്യമായിട്ട് കളയാൻ പാടില്ല, എങ്ങനെയെങ്കിലും ആരെയെങ്കിലും, അത് ഒരാൾ പാവപ്പെട്ടവനാണ്, അറിവില്ലെങ്കിൽ ആ അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് മാക്സിമം മുതലെടുക്കുക. അപ്പൊ നമ്മുടെ ഈ കാലഘട്ടത്തിൽ കാണുന്നതിൽ കൂടുതലും അങ്ങനെ തന്നെയാണ്. അപ്പം മെയിനായിട്ട് ഞാൻ ഈ കാണുന്നത്, ഞാൻ ഒരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളായതുകൊണ്ട് എനിക്ക് ഡോക്ടേഴ്സിനെ വെച്ചാൽ എനിക്കറിയാം, ഒരു 90-95% ഡോക്ടേഴ്സും അറിവില്ലാത്ത പാവപ്പെട്ട രോഗികളെ മാക്സിമം ചൂഷണം ചെയ്ത് മൊത്തം കാശ് എത്രത്തോളം ആർത്തി പിടിച്ചുണ്ടാക്കാൻ പറ്റും അത്രയും സ്വന്തമായി ഉണ്ടാക്കുന്ന ചില ഡോക്ടേഴ്സിലെ എനിക്കറിയാം. അപ്പം
ഇത് വെച്ചിട്ട് ഈ കാലഘട്ടത്ത് പലരും ഇങ്ങനെയാണ് എന്ന് ദൈവവും പറയുന്നുണ്ട്. ഈ രാഷ്ട്രീയക്കാരും ഒക്കെ ആണെങ്കിലും ഈ കാലഘട്ടത്ത് അങ്ങനെയാണ്. 5 രൂപ ആർക്കും സഹായം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 50 രൂപയായിട്ട് വേറെ വഴി കൂടെ നേട്ടം കണ്ടാണ് അവർ ഈ പരിപാടി ചെയ്യുന്നത്. അല്ലാതെ സഹത ബിസിനസിന് അങ്ങനെ ഒന്നും അല്ല. പക്ഷെ നല്ല മനസ്സുള്ളവരും ഉണ്ട്, ഇല്ലെന്നല്ല. അപ്പൊ എന്തുകൊണ്ടാണ് ചെറുപ്രായത്തിലെ നമുക്ക് ഈ ഒരു സഹതാപവും മറ്റു പാവപ്പെട്ടവരെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സും ദാനം ചെയ്യണമെന്ന മനസ്സും വരുന്നത്? കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ അത് പാസ്സായി ദാനം ചെയ്യാന്നുള്ള ആ ഒരു മനസ്സ് ഓക്കെ ആയ ഒരു ആത്മാവായതുകൊണ്ടാണ് ചെറുപ്രായത്തിലെ ആ ഒരു മനസ്സ് നിൽക്കുന്നത്. എന്നാൽ മറ്റുള്ളവരെ ആർത്തി പിടിച്ചുണ്ടാക്കുന്നത് 5 പൈസ ആർക്കും അനാവശ്യമായിട്ട് കളയാതെ സ്വന്തമായി അത്യാഗ്രഹവും സ്വാർത്ഥതയുള്ളവർ ആത്മീയ വളർച്ച ഒട്ടും ഇല്ലാത്തവരാണ്. അവർ അടുത്തടുത്ത ജന്മങ്ങളിൽ വളരെ ദാരിദ്ര്യവും കഷ്ടപ്പാട് അനുഭവിച്ച് മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷ അയച്ച് ജീവിക്കുന്ന ലെവലിലേക്ക് സിറ്റുവേഷനെ കൊണ്ടുവന്ന് അവരെ ഈ ജന്മത്തിൽ കാണിച്ച അത്യാഗ്രഹത്തിന്റെ ആർത്തിയുടെയും കർമ്മ ഫലം അടുത്ത ജന്മങ്ങളിൽ അനുഭവിക്കും. ഇങ്ങനെ അനുഭവിച്ച് പല ജന്മങ്ങളിൽ അനുഭവിക്കും. പിന്നെ സാമ്പത്തികമുള്ള ഒരു ജന്മം കൊടുക്കും. വീണ്ടും പഴയ പോലെ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ വീണ്ടും ദാരിദ്ര്യവും കഷ്ടപ്പാടുള്ള അടുത്ത ജന്മം കൊടുക്കും. അങ്ങനെ 2, 3, 4, 5 ഒക്കെ ജന്മങ്ങൾ മാറി മറിഞ്ഞാണ് അവസാനം ഈ മനസ്സ് മാറിയിട്ട് ഈ ധനവും കാര്യങ്ങളൊക്കെ താൽക്കാലികമാണെന്നും ഇത് എപ്പോ വേണോ ആർക്ക് വേണോ കിട്ടും, ആർക്ക് വേണോ നഷ്ടപ്പെടാം എന്ന മനസ്സ് വന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന ലെവലിലേക്ക് ഈ അത്യാഗ്രഹം ആർത്തിയും മാറി വരുന്നത് പല ജന്മങ്ങളിലൂടെ നമ്മൾ അത്യാഗ്രഹവും ആർത്തിയും കാണിച്ചു തുടങ്ങി പതുക്കെ പതുക്കെ അത് മാറി ഇപ്പോ നല്ലൊരു മനസ്സ് അതിലേക്ക് എത്തുമ്പോഴാണ് ആ ദാനം ചെയ്യണം, മറ്റുള്ളവരൊക്കെ സഹായിക്കണം എന്നുള്ളൊരു മനസ്സ് വരുന്നത്. അങ്ങനെ വരുന്നവർ നിങ്ങൾ ആ മേഖല പാസ്സായി എന്ന് ആദ്യം മനസ്സിലാക്കണം. ഇനി നിങ്ങൾക്ക് ആ ഒരു പരീക്ഷണം ഇല്ല. നിങ്ങളുടെ മനസ്സ് ദൈവം കാണുന്നുണ്ട്, ദാനം ചെയ്യാനുള്ള മനസ്സ് ഉണ്ട്. കഴിഞ്ഞ ജന്മങ്ങളിൽ നല്ല രീതിയിൽ ദാനം ചെയ്തുകൊണ്ടിരുന്ന ആത്മാവുമാണ്. അതുകൊണ്ടാണ് ചെറുപ്രായത്തിലെ ദാനം ചെയ്യാനുള്ള മനസ്സ് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇല്ലെങ്കിലും നിങ്ങൾ ആ മേഖല പാസ്സായത് കാരണം ഈ ജന്മത്തിൽ ദാനം ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നിങ്ങൾ മനസ്സ് ആൾറെഡി അതിൽ പാകപ്പെട്ട് ഓക്കെ കഴിഞ്ഞു. ഇനി ഈ ജന്മത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെയുള്ളവർക്ക് സാമ്പത്തികം വരാത്തത് എന്ന് പറയുന്നാൽ ഒരു ഭാഗത്ത് അത് ദൈവം തന്നെ അല്ലെ പ്രകൃതി തന്നെ അത് പിടിച്ചു വെക്കുന്നതാണ്. കാരണം ഇപ്പൊ സ്ട്രിക്റ്റ് ആണ്. ഇനി പണ്ടത്തെ പോലെ ഒരു അന്ധതയിൽ നിന്നും കൊണ്ട് ആർക്കും എടുത്ത് ദാനം കൊടുക്കുന്ന ഒരു പരിപാടി ഇനി ആരും ചെയ്യാൻ പാടില്ല എന്ന രീതിയിൽ പ്രകൃതി ഇപ്പൊ സ്ട്രിക്റ്റ് ആണ്. കാരണം ഇനി ഹരിച്ചും ഗുണിച്ചും ദൈവം എല്ലാവർക്കും അളന്ന് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്ന ഒരു കാലഘട്ടം ആയതുകൊണ്ട് ഈ ഫ്രീ ആയിട്ടുള്ള പരിപാടി ഇല്ല. അപ്പൊ നമ്മളും ഈ ദാനം ചെയ്യുമ്പോൾ അളന്ന് ഹരിച്ചും ഗുണിച്ചും എല്ലാം മനസ്സിലാക്കി നോക്കി വേണം ഇനിയുള്ള കാലഘട്ടത്തിൽ ചെയ്യേണ്ടത്. പക്ഷെ ഇത്തരം ദാനം ചെയ്യാൻ അതിഭയങ്കരമായ വിശാല മനസ്സുള്ള നിങ്ങൾക്ക് നല്ല സാമ്പത്തികമോ കാര്യങ്ങളോ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രകൃതിയുടെ കണ്ണിൽ വീണ്ടും തെറ്റിപ്പോവും. കാരണം നിങ്ങൾ ആവശ്യമില്ലാതെ നിങ്ങളെ ആരെങ്കിലും പറ്റിച്ച് നിങ്ങൾ ഈ ദാനം എന്നുള്ളത് ദുർവിനിയോഗം ചെയ്ത് നിങ്ങളുടെ കയ്യിൽ നിന്നുള്ള കാശത്തിനെ അടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടാണ് പ്രകൃതി നിങ്ങളെ സാമ്പത്തികമായിട്ടൊന്ന് പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത്തരക്കാര് ദാനം ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. കാര്യം ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കുക എന്നതാണ് വ്യവസ്ഥ. അല്ലാതെ ഇല്ലാത്തവരെ കണ്ടെത്തി കൊടുക്കണമെന്നൊരു നിയമം ഇല്ല. അപ്പൊ നിങ്ങൾ ഉള്ളവനായി വരുമ്പോൾ, ഭാവിയിൽ അങ്ങനെ ആയി വരുമ്പോൾ നിങ്ങൾ എന്റെ ഇപ്പോഴത്തെ വ്യവസ്ഥ അനുസരിച്ച്, കാര്യം ഇപ്പൊ പ്രകൃതി സ്ട്രിക്റ്റ് ആണല്ലോ, ആ വ്യവസ്ഥ അനുസരിച്ച് ഹരിച്ചും ഗുണിച്ചും നോക്കി അർഹതപ്പെട്ടവർക്ക് മാത്രം കൊടുക്കുക. ഇതാണ് അത്തരക്കാർക്കുള്ള മറുപടി. ഇനി ചിലര് ചോദിക്കുന്നുണ്ട്, നമുക്ക് പുണ്യം കിട്ടാൻ അല്ലെങ്കിൽ പോസിറ്റീവ് കിട്ടാൻ വേണ്ടി ദാനം ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ അതെങ്ങനെ ശരിയാ, അതെങ്ങനെ ഈ കാലഘട്ടത്തിൽ ചെയ്യാൻ പറ്റും എന്നുള്ളത്. നേരത്തെ ഞാൻ പറഞ്ഞത് സഹതാപം തോന്നിയും വിഷമം തോന്നിയും ദാനം ചെയ്യുന്ന പരിപാടിയാണ്. അപ്പൊ അത്തരക്കാര് ഇനി അടുത്ത് കൺട്രോൾ ചെയ്ത് മനസ്സിനെ കൺട്രോൾ ചെയ്യണം. കാര്യം ഇനി ഈ സഹതാപവും അറ്റാച്ച്മെന്റും ഇനി തോന്നരുത്. കാര്യം വസ്തുത തിരിച്ചറിയണം. ഇത് കഴിഞ്ഞ ജന്മങ്ങളിലൂടെ അല്ലെങ്കിൽ ഈ ജന്മത്തിൽ തന്നെ തുടക്കത്തിൽ എപ്പോഴൊക്കെയോ എന്തൊക്കെയോ കർമ്മം തെറ്റിയതിന്റെ ഫലമായിട്ടാണ് അവർക്ക് ഇപ്പോൾ ഈ കഷ്ടം വരുന്നത്, അല്ലെങ്കിൽ രോഗം വരുന്നത്, ഇങ്ങനെയുള്ള ദുരിതങ്ങൾ വരുന്നതെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് ഈ അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്യുക. ഇപ്പൊ പണ്ടേ ഞാൻ പറയുന്നുണ്ടല്ലോ, മാതാപിതാക്കളുടെ അടുത്താണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും ഈ അറ്റാച്ച്മെന്റ് ഇല്ലാതെ കർമ്മം ചെയ്യുക. അവർ അവശത നിലയിൽ കിടപ്പാണെങ്കിൽ മലമൂത്ര വിസർജനം എന്തുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ വാരണം, എടുക്കണം, സമയസമയം ആഹാരം കൊടുക്കണം, കുളിപ്പിക്കണം, എല്ലാം ചെയ്യണം. പക്ഷെ അറ്റാച്ച്മെന്റ് പാടില്ല. അയ്യോ എന്റെ അമ്മയ്ക്ക് ഈ ഗതി വന്നു ഇനി പറഞ്ഞ് ഈ വിഷമിച്ച് ഉള്ളിൽ തട്ടി അങ്ങനെ ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ ആത്മീയ വളർച്ച അത്ര പോരാ എന്ന് കാണുന്നത്. ആത്മീയ വളർച്ച വന്ന ഒരാള് ശാന്ത മനസ്സോടുകൂടി, അല്ലെങ്കിൽ ആ ആവശ്യമില്ലാത്ത ടെൻഷനോ വിഷമോ ഒപ്രാളൊന്നും ഇല്ലാത്ത ലെവലിൽ ഭയങ്കരമായ ആ ഫീലൊന്നും ഇല്ലാതെ കർമ്മം ഞാൻ കറക്റ്റാ ചെയ്യണം എന്ന് വിചാരിച്ച് കർമ്മം കറക്റ്റാ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരു വ്യക്തി കുറച്ചാൾ അങ്ങനെ ചെയ്ത് പോകുമ്പോൾ ഈ മാതാവ് പിതാവ് പെട്ടെന്ന് മരണപ്പെട്ടു പോയാലും ഈ അലമുറയിട്ട് ഈ ഹൃദയം പൊട്ടിയുള്ള നിലവിളിയും കരച്ചിലൊന്നും വരൂല. അല്പം വിഷമം വരും, ഓക്കെ, ബാലൻസ്ഡ് ആകും. അങ്ങനെ ഉള്ള മനസ്സ് നിങ്ങൾ ആക്കിയെടുക്കണം. ഇതേ മനസ്സ് തന്നെയാണ് ഈ ദാനം ചെയ്യുന്ന ലെവലിൽ നിങ്ങൾ മനസ്സ് പാകപ്പെടുത്തി എടുക്കേണ്ടത്. എത്ര കഷ്ടം വന്നാൽ എന്ത് വന്നാലും യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ട് അവരുടെ കഷ്ടത്തിൽ അയ്യോ ഇന്നോരും ഭയങ്കരമായ കഷ്ടം പറഞ്ഞ് വിഷമിച്ച് ഉള്ളു തൊട്ട് ഭയങ്കര അത് വരാതെ
പ്രകൃതിയുടെ വ്യവസ്ഥകൾ ഇങ്ങനെയാണെന്നുള്ള സത്യം മനസ്സിലാക്കിയിട്ട് അവർക്ക് ദാനം എന്ന രീതിയിൽ കർമ്മം ചെയ്യുന്നത് പോലെ അവർക്ക് ആ ദാനം ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർക്ക് ആത്മവളർച്ച വരണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്ക് ആത്മവളർച്ച ഉണ്ട്. നിങ്ങൾ അങ്ങനെ ദാനം ചെയ്യുമ്പോൾ ആത്മവളർച്ച ഇല്ലാത്തവർ നിറ കണ്ണുകളോടുകൂടി ഭയങ്കരമായ നിങ്ങളെ അങ്ങ് മനസ്സുകൊണ്ട് അങ്ങ് വാഴ്ത്തി ഭയങ്കര ഒരു നന്ദി പ്രകടിപ്പിക്കും. ഇത് നിങ്ങൾക്ക് ഭയങ്കരമായി പോസിറ്റീവായിട്ട് വരും. പക്ഷെ നിങ്ങൾ അവിടെ എക്സൈറ്റഡ് ആവുകയോ നിങ്ങൾ മതിമറന്നു പോവുകയോ ചെയ്യരുത്. ചെയ്യാത്ത ലെവലിൽ വേണം ചെയ്യാൻ. പക്ഷെ നിങ്ങൾ ആ വ്യക്തിയോട് ഭയങ്കരമായ വിഷമം കാരണവും ഭയങ്കര അറ്റാച്ച്മെന്റ് വരുമ്പോഴാണ് ഈ വിഷമം വരുന്നത്. ഈ ഭയങ്കര വിഷമവും അറ്റാച്ച്മെന്റ് കാരണമാണ് സഹായിക്കാൻ പോകുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരിലുള്ള കർമ്മ അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് നിങ്ങളെ നെഗറ്റീവായിട്ട് ബാധിക്കും. പക്ഷെ ഒരു കർമ്മം ചെയ്യുന്നു, അങ്ങനെ കഷ്ടം അനുഭവിക്കുന്നവർ ഒരുപാട് കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് കാരണം എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അതെനിക്ക് എന്റെ കടമയായിട്ട് ഞാനത് ചെയ്യുന്നു എന്ന രീതിയിൽ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾ നെഗറ്റീവ് വരില്ല. പകരം നിങ്ങൾക്ക് അവിടെ പോസിറ്റീവേ വരുള്ളൂ. കാരണം അവരിൽ നിന്നുള്ള ഒരുപാട് പോസിറ്റീവ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല പോസിറ്റിവിറ്റി നിങ്ങൾക്ക് കിട്ടും. ഇതാണ് അതിന്റെ ഒരു വശം. ഓക്കെ, ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തത്.